അല്ലാത്ത ആളുകളോട് വിളിച്ചു തേടുന്ന ആ സമ്പ്രദായം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരുടെ പ്രബോധനത്തിനു ശേഷവും ഉണ്ടായിട്ടുണ്ട്. രണ്ടു പ്രവാചകന്മാർ നേതൃത്വം നൽകിയ ടീമിൽ വരെ ആ പ്രവാചകന്മാരുടെ ജീവിത കാലഘട്ടത്തിൽ പോലും അല്ലാഹു അല്ലാത്തവരെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടായി. പലപ്പോഴും ഇത്തരത്തിൽ അല്ലാഹു അല്ലാത്തവരോട് തേടുന്നതിന് സമൂഹത്തിലുള്ള ആളുകൾ പറയാറുള്ളത്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഉസ്താദുമാർ പറയാറുള്ളത് അവർക്കൊക്കെ വൈബിയായിട്ടുള്ള ഇൽമുണ്ട് എന്ന, അവർക്ക് വൈബ് അറിയും എന്നതാണ്. അപ്പൊ അവർക്ക് വൈബ് അറിയുകയില്ല, അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്കും വൈബ് അറിയുകയില്ല എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. പ്രവാചകനോട് അല്ലാഹ് പറയാൻ വേണ്ടി കൽപ്പിച്ചു. സൂറത്തു നംലിലെ 65-ാമത്തെ വചനം, പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു ശക്തിക്കും ഗൈബ് അറിയുകയില്ല, അല്ലാഹു മാത്രം. ലാ ഇലാഹ, ഇലാഹേ ഇല്ല, ഇല്ലല്ലാഹ് പറഞ്ഞതുപോലെയാണ്, അല്ലാഹ് മാത്രം. വൈബ് ആർക്കും അറിയില്ല, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ആർക്കും, അല്ലാഹു മാത്രം. അവർ എന്നാണ് പുനർജീവിപ്പിക്കപ്പെടുക എന്നും അവർക്കറിയുകയില്ല. പ്രവാചകനോട് പ്രത്യേകം പറയിപ്പിച്ചു പടച്ച തമ്പുരാൻ. സൂറത്തുൽ അറാഫിലെ 188-ാമത്തെ ആയത്ത്, വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ, എനിക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ നന്മകൾ അധികരിപ്പിക്കുമായിരുന്നു, ഒരു പ്രയാസവും ജീവിതത്തിൽ എന്നെ ബാധിക്കുമായിരുന്നില്ല. അപ്പൊ പ്രവാചകനും അറിയുകയില്ല വൈബ്, ജിന്നുകൾക്കും അറിയുകയില്ല വൈബ്. സൂറത്തു നംലിലെ 65-ാമത്തെ വചനത്തിൽ ഇവർ ഉൾപ്പെടും, ജിന്നും മലക്കൊക്കെ ഉൾപ്പെടും, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ആർക്കും എന്ന് പറഞ്ഞാൽ ഉൾപ്പെടും. എന്നാൽ ജിന്നുകളോടും അള്ളാഹു പറയിപ്പിച്ചു. സൂറത്തു സബയിലെ 14-ാമത്തെ വചനം, സുലൈമാൻ അലൈഹിസ്സലാമയുടെ മരണമാണ് സംഭവം. ആ സമയത്ത് ആ മരണത്തെക്കുറിച്ച് കാണാവുന്ന ദൂരത്ത്, ജിന്നുകൾ കാണാവുന്ന ദൂരത്ത് സുലൈമാൻ അലൈഹിസ്സലാം മരണപ്പെട്ടിട്ട് ആ മരണം അവർക്ക് അറിയിച്ചു കൊടുത്തത് ചിതലാണ്. മാദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ്, എങ്ങനെ തഅകുലു മിൻ സഹതഹു, അദ്ദേഹത്തിന്റെ ഊന്നുവടി ചിതൽ തിന്നു. അപ്പോൾ ഫലമ്മ ഹറ, വടി ഒടിഞ്ഞ് അദ്ദേഹം വീണപ്പോൾ, സുലൈമാൻ അലൈഹിസ്സലാം വീണപ്പോൾ, തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾ വ്യക്തമാക്കി, അല്ലൗ കാനു യഅലമൂനൽ ഗൈബ, അവർക്ക് ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ, ഈ നിന്ദ്യമായ ശിക്ഷയിൽ ഞങ്ങൾ കഴിച്ചുകൂട്ടുമായിരുന്നില്ല. അപ്പൊ അവർക്കും ഗൈബ് അറിയുകയില്ല എന്ന് ഖുർആൻ കൃത്യമായി അവരോട് തന്നെ പറയിപ്പിച്ചു. അപ്പൊ ഗൈബ് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും അറിയുകയില്ല എന്ന അടിസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതോടുകൂടിയാണ് പലപ്പോഴും അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് വിളിച്ചു തേടാം എന്ന ശിർക്കൻ ആശയത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാറുള്ളത്. ഇതിന് പലപ്പോഴും സമസ്തയുടെ ഉസ്താദുമാർ പറയാറുള്ളത്, ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല, ഞങ്ങൾ ഇസ്തിഗാസ നടത്തുകയാണ് ചെയ്യുന്നത്, സഹായത്തേട്ടം നടത്തുകയാണ് ചെയ്യുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന്. എന്നാൽ ഖുർആൻ, പ്രാർത്ഥനക്ക് ഖുർആൻ ഉപയോഗിച്ച മറ്റൊരു പദമാണ് ഇസ്തിഗാസ. പ്രവാചകൻ ബദറിന്റെ ഘട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അല്ലാഹുവേ ഈ ചെറു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഇനി ഈ ലോകത്ത് നീ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. എന്നാൽ ഈ പ്രാർത്ഥനക്ക്, ഈ ദുആഇന് ഖുർആൻ ഉപയോഗിച്ചത് സൂറത്തു അഅറാഫ്, സൂറത്തു അൻഫാൽ 9-ാമത്തെ ആയത്ത്, ഇദു തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തി. അഥവാ ദുആഇന് ഖുർആൻ ഉപയോഗിച്ച മറ്റൊരു പദമാണ് ഇസ്തിഗാസ. നിങ്ങൾ അല്ലാഹുവിനോട് സഹായത്തേട്ടം നടത്തിയപ്പോൾ അല്ലാഹ് നിങ്ങൾക്ക് ഉത്തരം നൽകി, തുടരെ ഇറങ്ങുന്ന ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും. എന്നാൽ സാധാരണയുള്ള മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പരസ്പരം സഹായം ആവശ്യപ്പെടുന്നതിനും ഇസ്തിഗാസ എന്ന് പ്രയോഗിക്കാറുണ്ട്.
സൂറത്തു ഖസസിലെ 15-ാമത്തെ വചനത്തിൽ ഖുർആൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാം കൊട്ടാരത്തിൽ നിന്ന് അങ്ങാടിയിൽ ഇറങ്ങി. രണ്ടാളുകൾ പ്രശ്നമുണ്ടാക്കുന്നു. ഒരാൾ തന്റെ കക്ഷിയാണ്, മറ്റൊരാൾ ശത്രുവാണ്. ഖുർആൻ അവിടെ ഉപയോഗിച്ച പദപ്രയോഗം ഫസ്തആസഹുല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവിഹി. ശത്രുവിനെതിരിൽ മിത്രം അഥവാ കുടുംബക്കാരൻ, തന്റെ കക്ഷിയിൽപ്പെട്ടവൻ മൂസ അലൈഹിസ്സലാമയോട് ഇസ്തിഗാസ നടത്തി. അങ്ങനെ മൂസ അലൈഹിസ്സലാം ചെന്നു. ഫവകസഹു മൂസ, ഒന്ന് കൊടുത്തു, അവന്റെ പണി കഴിഞ്ഞു, അയാൾ മരണപ്പെട്ടു. അപ്പൊ നോക്കും, മൂസ അലൈഹിസ്സലാമയോട് കുടുംബക്കാരൻ ഇസ്തിഗാസ നടത്തി. ഈ ഇസ്തിഗാസ മനുഷ്യർക്ക് പരസ്പരം തേടാവുന്നതാണ്, ഒരു കുഴപ്പവുമില്ല. എന്നാൽ നേരത്തെ സൂറത്തു അൻഫാലിൽ പറഞ്ഞ ഇസ്തിഗാസ അത് പടച്ച തമ്പുരാൻ അല്ലാത്തവരിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് കൊടിയ ശിർക്കാണ്. നേരത്തെ സൂചിപ്പിച്ച അമലുകളൊക്കെ നശിച്ചു പോകുന്ന ശിർക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ നോക്ക്, നിങ്ങൾ സമസ്തക്കാര് വൈബ് പിടിച്ചിട്ടാണ് പറയാറുള്ളത് എങ്കിൽ ഇന്ന് ഒരു ടീം ജിന്ന് മലക്ക്, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്ഥാനത്ത് ജിന്നുകളെയും മലക്കുകളെയും പ്രതിഷ്ഠിച്ച് അവയോടുള്ള സഹായത്തേട്ടം ഷിർക്കല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും വൈബും ഹാളിറുമുണ്ട്. ഹാളിറായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കല്ല, വായിബായ ജിന്നിനോട് ചോദിച്ചാലേ ഷിർക്കാവുകയുള്ളൂ എന്നിട്ട് അവരുടെ വാദം ഭൗതികമായി നേരത്തെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി സലാം സുലമി, ഭൗതികമായ സൃഷ്ടികളാണ് ജിന്നും മലക്കും. അവ ഗൈബിയല്ല, അഭൗതികമല്ല. അഭൗതികമായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ് എന്ന ഗൈബിയായിട്ടുള്ളത്. ജിന്നും മലക്കും ഗൈബിയല്ല, അവ രണ്ടും ഭൗതികമാണ് എന്നാണ് അവരുടെ വാദം. ഈ വാദം ഖുർആനിനെതിരാണ്. ജിന്നും മലക്കും ഗൈബിയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ അതിന് കാരണം പറയുന്നത്, ജിന്നുകളെയോ മലക്കുകളെയോ കുറിച്ച് വഹ്യ് മുഖേന ലഭിച്ചതല്ലാത്ത മറ്റൊരു വിവരവും നമ്മുടെ അടുക്കലില്ല. പരിശുദ്ധ ഖുർആനിലോ തിരുചര്യയിലോ വന്ന വിവരമല്ലാത്ത ഒരു വിവരവും ജിന്നുകളെ കുറിച്ചോ മലക്കുകളെ കുറിച്ചോ നമ്മളുടെ അടുക്കലില്ല. ഉണ്ടെങ്കിൽ ആർക്കും പറയാം. എന്നാൽ നോക്കൂ, സൂറത്തു നൂറിൽ അല്ലാഹ് പറഞ്ഞു, വെള്ളത്തിൽ നിന്നാണ് ജീവനുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതില് ഇഴഞ്ഞ് സഞ്ചരിക്കുന്നവയുണ്ട്, 2 കാലിൽ സഞ്ചരിക്കുന്നവയുണ്ട്, 4 കാലിൽ സഞ്ചരിക്കുന്നവയുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം ജീവികളെ കുറിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉറുമ്പ്, 8 കാലി, ഒട്ടകത്തെ കുറിച്ച്, ഇങ്ങനെയൊക്കെ പലതിനെ കുറിച്ചും തേനീച്ച ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു. ഖുർആൻ പറഞ്ഞു തരാത്ത ഒരുപാട് ഇൽമുകൾ നമ്മൾ അവയെക്കുറിച്ച് കരസ്ഥമാക്കി. എന്താ കാരണം? അവ വൈബിയല്ല, ഗവേഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. എന്നാൽ മലക്കിനെ കുറിച്ചോ ജിന്നിനെ കുറിച്ചോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഹ്യ് മുഖേന ലഭിച്ചതല്ലാത്ത ഒരു വിവരവും നമ്മളുടെ അടുക്കലില്ല. കാരണം വൈബിയായിട്ടുള്ളത് വഹ്യ് മുഖേനയാണ് കിട്ടേണ്ടത്. യൂസുഫ് അലൈഹിസ്സലാമയുടെ ചരിത്രം അത് വൈബിയാണ് എന്നാ ഖുർആൻ പറഞ്ഞത്. പിന്നെ എങ്ങനെ അത് അറിയിച്ചു കൊടുത്തത്? വഹ്യ് മുഖേന. ദാലിക മിൻ അംബാഇൽ ഗൈബ്. പ്രവാചകരെ താങ്കൾക്ക് അത് അറിയുമായിരുന്നില്ല, വൈബിയായിട്ടുള്ള വിവരങ്ങളായിരുന്നു അത്. നൂഹീഹി ഇലൈക, നിനക്കു ഞാൻ അതാണ് വഹ്യ് നൽകുകയാണ്. വഹ്യ് മുഖേനയാണ് വൈബിയായതിനെ കുറിച്ച് അറിയാനുള്ള ഏക മാർഗം. അപ്പൊ ഈ ജിന്ന് മലക്ക് ഇവയെ കുറിച്ച് അറിയണമെങ്കിൽ വഹ്യല്ലാത്ത മറ്റൊരു മാർഗവുമില്ല. ആർക്കാന്ന് വഹ്യില്ലത്? ഇവിടെ വേർതിരിക്കാറുണ്ട് പലപ്പോഴും. ജിന്ന് ഹാളിറായ ജിന്നിനോട് ചോദിക്കാം, ഗൈബിയായ ജിന്നിനോട് ചോദിക്കാൻ പറ്റുകയില്ല. സക്കരിയ സലാഹിയുടെ ഒരു പ്രസംഗമുണ്ട് ആലുവയിൽ നടന്നത്. അതിൽ അദ്ദേഹം പുളിക്കലിൽ അവരുടെ ഒരു PN ഒക്കെ കൂടി ഒപ്പിട്ട് കൊടുത്തതിലുള്ള ഒരു സങ്കടം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലുള്ള സന്തോഷവും പറയുന്നുണ്ട്. എന്നിട്ട് അതിലുള്ള സന്തോഷം എന്താ അദ്ദേഹം സൂചിപ്പിച്ചത് അറിയാം നിങ്ങൾ? വൈബിയായ ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്നാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. ഹാളിറായ ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഹാളിറായ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷിർക്കല്ല, വായിബായ ജിന്നിനോടുള്ള സഹായത്തേട്ടമേ ഷിർക്കാവൂ എന്നാണ് പുതിയ വാദം. പിന്നെ വിഷമെന്താ? അതിലും യാഇബാദല്ല വരുന്നുണ്ട് എന്നതാണ് വിഷമം മൂപ്പര് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ നോക്ക്, ഹാലിർ ആയ ജിന്നിനോടുള്ള സഹായത്തേട്ടവും ഗായിബായ ജിന്നിനോടുള്ള സഹായത്തേട്ടവും രണ്ടും 916 ശിർക്കാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനും അതോടൊപ്പം തന്നെ വൈദസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ് എന്ന ഹദീസിനും എതിരാണ്. ഇത് ലജ്നത്തു ദായിമയുടെ ഫത്വ കൂടിയുണ്ട്. നമുക്ക് പരിശുദ്ധ ഖുർആൻ മതി, തിരിച്ചര്യ മതി. പക്ഷെ പലപ്പോഴും ഖുർആനിലും സഹിയായ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ടീമുണ്ടായത് കൊണ്ടാണ് ഗൾഫിലെ ലജ്നത്തു ദായിമയുടെ ഫത്വ പറഞ്ഞത്. 16171 നമ്പർ ഫത്വയിൽ ഇത് കൊടിയ ശിർക്കാണ്, ഹാലിറിന്റെ ഗായിബായ ജിന്നിന്റെ അതേ ഹുക്മ് തന്നെയാണ് ഹാലിറായ ജിന്നിനും എന്ന് ആ ഫത്വയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇവർ പറയുന്നത് ഹാലിറായ ജിന്നിനോട് ചോദിക്കാം, അതിൽ ശിർക്കില്ല എന്നാണ്. ഗായിബായ ജിന്നിനോട് ചോദിച്ചാലേ ശിർക്കാവുള്ളൂ. പക്ഷെ ഈ ഹാലിറായ ജിന്നിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വഹ്യ് വേണം എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നബിയുടെ ചുറ്റിലും ഒരുപാട് ജിന്നുകൾ ഹാലിറായി. അവർ ഖുർആൻ കേട്ടു, അവരുടെ സമൂഹത്തിലേക്ക് തിരിച്ചുപോയി. അള്ള പറഞ്ഞയച്ചതായിരുന്നു ആ ജിന്നുകളെ. വൈദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്ന്, സൂറത്തു അഹ്കാഫിലെ 29 മുതലുള്ള ആയത്തിൽ അത് പറയുന്നുണ്ട്. ആ ജിന്നുകൾ നബിയുടെ ചുറ്റിലും ഇരുന്ന് അവർ ഖുർആൻ കേട്ടിട്ട് പ്രവാചകൻ അത് അറിഞ്ഞില്ല. പക്ഷെ വഹ്യ് കിട്ടുന്നു, പ്രവാചകനോട് പറയാൻ കൽപ്പിക്കാണ്. കുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്ന്, സൂറത്തു ജിന്നിലെ ആദ്യത്തെ വചനം. പ്രവാചകരെ താങ്കൾ പറയണം, എനിക്ക് വഹ്യ് ലഭിച്ചിരിക്കുന്നു, ഒരു സംഘം ജിന്നുകൾ വന്ന് ഖുർആൻ കേട്ടിട്ടുണ്ട് എന്ന്. പ്രവാചകന്റെ ചുറ്റിലും ഹാലിറായ ജിന്നിനെ കുറിച്ച് പ്രവാചകൻ അറിഞ്ഞില്ല. വഹ്യ് ലഭിച്ചപ്പോഴാണ് അങ്ങനെ ജിന്നുകൾ ഹാലിറായിട്ടുണ്ട് എന്നത് പ്രവാചകൻ പോലും അറിഞ്ഞിട്ടുള്ളത്. ഇനി ഇവർ പറയണം, ഈ ഹാലിറായ ജിന്നിനെ കുറിച്ചറിയാൻ, അതിനോട് ചോദിക്കാൻ, ഹാലിറായ ജിന്നിനെ കുറിച്ച് അറിയണല്ലോ. അതിൽ ഇവർക്കാർക്കാണ് വഹിയുള്ളത്? വഹിയില്ലാതെ ഇത് അറിയുന്ന പ്രശ്നമേ ഇല്ല. ഇനി വഹിയില്ലാതെ ഹാലിറായ ജിന്നിനെ കുറിച്ച് അറിയാൻ പറ്റുമെങ്കിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെയും തിരിച്ചര്യയുടെയും. അപ്പൊ ഹാലിറാവട്ടെ ഗായിബാവട്ടെ ആ ജിന്നിനെ കുറിച്ച് വഹിയില്ലാതെ ഒരു വിവരവും നമുക്കറിയാൻ സാധ്യമല്ല. അപ്പൊ അവയോടുള്ള പൂർണ്ണമായി ഗായിബിയ. മലക്കെടുത്തു നോക്കൂ നിങ്ങൾ, മനുഷ്യരൂപത്തിലാ വന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ അടുക്കൽ. അദ്ദേഹം നല്ലൊരു മൂരിക്കുട്ടനെ അറുത്തു, ഭക്ഷണം ഉണ്ടാക്കി, അലാ കേൾക്കലും തിന്നുന്നില്ലേ. പക്ഷെ അവർ മലക്കുകളാണ് എന്ന് മനുഷ്യരൂപത്തിൽ വന്നിട്ട് പോലും ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് അറിഞ്ഞില്ല, പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് അറിഞ്ഞില്ല. അവസാനം അവർ പറഞ്ഞു ഞങ്ങൾ മലക്കുകളാണ്. ഇതേ ടീം ലൂത്ത് അലൈഹിസ്സലാമയുടെ അടുക്കൽ ചെന്നു. ലൂത്ത് അലൈഹിസ്സലാം ആകെ പ്രയാസപ്പെട്ടു. സമൂഹം ഇവരെ ലഭ്യമാവാൻ ഒരുമിച്ച് കൂടി. അദ്ദേഹത്തിന്റെ ചോദ്യം, അലൈസ മിൻകും റജുലും റഷീദ്, ഒരാളെങ്കിലും ഇല്ലേ, ഒരു വിവേകമുള്ള ഒരാളെങ്കിലും ഇല്ലേ, തന്റെ ഇടമുള്ളവൻ? അപ്പോഴാണ് ആ മനുഷ്യരൂപത്തിലുള്ള മലക്കുകൾ പറയുന്നത്, ഞങ്ങൾ അള്ളാന്റെ ദൂതന്മാരാണ്, ഇവരെ നശിപ്പിക്കാൻ വന്നതാണ്, ഉടനെ പോകണം. അലൈസ സുബ്ഹു ബി ഖരീബ്, സുബി അടുത്തല്ലേ. നോക്ക് നിങ്ങൾ. അപ്പൊ ഇവർ ഒന്നുകിൽ ഇവർ പറയണം മലക്കുകളെ കുറിച്ച്, അതല്ലെങ്കിൽ വഹി ലഭിക്കേണ്ടതുണ്ട്. ഈ രണ്ടു വിഭാഗവും പൂർണ്ണമായി ഗൈബിയാണ്. ഇവയോടുള്ള സഹായത്തേട്ടവും ഷിർക്കാണ്. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യോത്തര സെഷനിൽ വിശദീകരിക്കാവുന്നതാണ്. മഗ്‌രിബ് നമസ്കാരത്തിന് പിരിയുകയാണ്. അല്ലാഹു ഈ കൂട്ടായ്മ നാളെ സ്വർഗം ലഭ്യമാവാനുള്ള ഒരു